ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിഗ്നൂസ് കിച്ചൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു അവൽ കേസരിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതിന് വലിയ ടൈമൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ്സ് കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാം. വീട്ടിൽ ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കായിട്ട് മറ്റോ നമുക്കിത് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. നമുക്കപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തൊന്ന് ഓളും കൂടി കൊടുത്തേക്കുക. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 2 കപ്പ് അവലാണ് കേട്ടോ. ഏത് അവൽ വേണോ നിങ്ങൾക്ക് എടുക്കാം. വെള്ളവലും കിട്ടും, നമ്മളെ നാടൻ ചുവന്ന അരി വെച്ചിട്ടുള്ള അവലും ഉണ്ടാവും. അപ്പോൾ ഏത് അവലായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് വെള്ളമാണ്, പച്ചവെള്ളമാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് വെള്ളം ഒഴിച്ച് അവലൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതേ നമുക്ക് ആ അവലിൽ ആ വെള്ളമൊക്കെ പിടിച്ചൊന്ന് കുഴഞ്ഞ് കിട്ടും അവൽ. അതിന് വേണ്ടിയിട്ടാണ്. കേസരി ചെയ്തെടുക്കാനും നമുക്ക് എളുപ്പമായിരിക്കും, വലിയ ടൈമൊന്നും വേണ്ടി വരത്തില്ല. ഒന്ന് ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത് വയ്ക്കുക. നമ്മൾ കേസരി ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ മാറ്റി വെച്ചാൽ മതിയാവും കേട്ടോ. അതേപോലെ ഒന്ന് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. 2 കപ്പ് അവലിന് 1 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ കേസരിക്ക് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കാഷ്യൂസും ഡ്രൈ ഗ്രേപ്സും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂണിന് വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂണിന് വേണ്ടിയിട്ട് ഗീയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഈ ഓയിലോ ഗീയും കൂടെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് മുന്തിരിയും കാഷ്യൂസും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മുന്തിരി ആഡ് ചെയ്യുവാണ്, ഡ്രൈ ഗ്രേപ്സ്. അപ്പോൾ മുന്തിരി ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റുവാണ്. ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും പെട്ടെന്ന് നല്ലതായിട്ട് പൊങ്ങി വരും. കാഷ്യൂസും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഞാൻ കാഷ്യൂസും ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഷുഗർ ആഡ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്ന ടൈമിൽ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഷുഗർ നമ്മൾ ആഡ് ചെയ്തിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്യണം. ഒരു 1/4 കപ്പിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളവും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുവാണ്. ഇപ്പോൾ ഷുഗർ മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഓറഞ്ച് ഫുഡ് കളറും കൂടെ ആഡ് ചെയ്യുവാണ്. അപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് കുറച്ച് കളറും കൂടെ കിട്ടട്ടെ എന്ന് കരുതിയിട്ട് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പിഞ്ചിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഒരുപാട് ആഡ് ചെയ്യരുത്, മഞ്ഞയുടെ ചെവി വരും. ഇനി ഞാൻ ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന അവൽ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി എടുക്കുക. അവലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ടിയാവും. അപ്പോൾ അതിലേക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇളക്കാനും പാടായിരിക്കും. കേസരി ആകുമ്പോൾ കുറച്ച് നേരം നമ്മളൊന്ന് ആ ഗീലൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുത്താൽ മാത്രമേ അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. കണ്ടോ, ഇതിപ്പോൾ നല്ല കട്ടിയാവാൻ തുടങ്ങിയിട്ടുണ്ട് അവലായതുകൊണ്ട്. ഞാനിതിലേക്ക് ഒരു 1/3 കപ്പിന് വേണ്ടിയിട്ട് വെള്ളം കൂടെ ആഡ് ചെയ്യുവാണ്. പച്ചവെള്ളമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് നമുക്ക് ആ ഒരു ഇളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തത്. വെള്ളം ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ ഗീയും കൂടി ആഡ് ചെയ്യുവാണ്. ഗീയിലപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഗീ തന്നെ ആഡ് ചെയ്യണമെന്നില്ല കേട്ടോ, ഓയിലിൽ വേണമെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാം. പക്ഷേ ഗീ നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ അവൽ ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കുകയും ചെയ്യും കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് 2 ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ആ കേസരിക്ക് നല്ലൊരു മണം കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ കറക്റ്റ് പാകം എങ്ങനെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള എണ്ണ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ഊറി വരും കേട്ടോ വെളിയിലോട്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്.
ഇനി ഞാനിതിലേക്ക് മുന്നേ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കാഷ്യൂസും ഡ്രൈ ഗ്രേപ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഞാനിതിൽ നിന്ന് കുറച്ച് നട്ട്സ് എടുത്ത് മാറ്റി വയ്ക്കുവാണ്. സെർവ് ചെയ്യുന്ന ടൈമിൽ ബൗളിൻ്റെ മുകളിലായിട്ട് കുറച്ച് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാറ്റി വയ്ക്കുന്നത്. ഇത്രയേ ഉള്ളൂ, അവൽ കേസരി റെഡി. നമുക്ക് 10 മിനിറ്റ്സ് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കേസരിയാണ് കേട്ടോ ഇത്, അവൽ വെച്ചിട്ടുള്ളത്. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.